അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഒരു യാത്രയിലാണ്. അപ്പോൾ ഫജറിൻ്റെ സമയമാണ്, എല്ലാവർക്കും ക്ഷീണമുണ്ട്, നബിയും സ്വഹാബിമാരും ഉറങ്ങിപ്പോയി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബിമാരും ഉറങ്ങിപ്പോയി. അവരെഴുന്നേറ്റപ്പോൾ സൂര്യൻ ഉദിച്ചിട്ടുണ്ട്, ഫജറിൻ്റെ സമയം കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരൊക്കെ വിളിച്ചു. ആദ്യം ഫജറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു, പിന്നെ ഫജർ നിസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും നബി ഒഴിവാക്കാത്ത സുന്നത്താണ് ഏത്? ഫജറിന് മുമ്പുള്ള 2 റക്അത്ത്. ആ 2 റക്അത്ത് ഖൈറും മിനദ്ദുനിയ വമാ ഫീഹാ, ദുനിയാവും അതിനുള്ളത് മുഴുവനും കിട്ടുന്നതിനേക്കാളും നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് നോക്കി, ഫജറിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തിന് അത്ര കൂലി ഉണ്ടെങ്കിൽ ഫജർ നിസ്കാരത്തിന് അള്ളാഹു നിശ്ചയിച്ച കൂലി എത്ര ആയിരിക്കും? സുന്നത്തായ 2 റക്അത്തിന് അത്ര കൂലി ഉണ്ട് എങ്കിൽ നിർബന്ധമായ 2 റക്അത്ത് ഫജറിന് കിട്ടുന്ന കൂലി എന്തായിരിക്കും? അള്ളാഹു നമ്മുടെയൊക്കെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, നമ്മുടെ പരിശ്രമങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജറിന് ഉറങ്ങി സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് സുബഹി നിസ്കരിച്ചെന്ന് നമ്മൾ പറഞ്ഞു. ആ സമയത്ത് ഹദീസിൽ വന്ന പ്രയോഗം ഫസ്വനഅ കമാ യസ്നഉ കുല്ല യൗമിൻ, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഫജർ നിസ്കരിച്ചത് അതുപോലെ തന്നെയാണ് അന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജർ നിസ്കരിച്ചത്. അപ്പോൾ ആ ഹദീസിലെ ആ ഭാഗം വിശദീകരിക്കുന്ന സമയത്ത് ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ഒരു നമസ്കാരം അതിൻ്റെ സമയത്ത് എങ്ങനെയാണോ നിർവഹിക്കുക അതുപോലെ തന്നെയാണ് ആ സമയത്ത് നിർവഹിക്കാതെ വേറൊരു സമയത്ത് നിർവഹിക്കുന്ന ആളും നിർവഹിക്കേണ്ടത്, നിസ്കരിക്കേണ്ടത്. അപ്പോൾ ഫജറിന് ഇമാമ് ഉറക്കനെയാണോ ഓതുക പതുക്കനെയാണോ ഓതുക? ഉറക്കനെയാണോ ഓതുക? ഉറക്കനെ ഓതലാണ് സുന്നത്ത്. അപ്പോൾ സൂര്യൻ ഉദിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങിപ്പോയി, സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് നമ്മൾ ഫജർ നിസ്കരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉറക്കനെ ഓതണോ പതുക്കനെ ഓതണോ? ഇമാമാണെങ്കിലും അല്ലെങ്കിലും എന്ത് ചെയ്യണം? ഉറക്കനെ ഓതുക എന്നുള്ള സുന്നത്ത്, ഉറക്കനെ ഓതുക എന്നുള്ളതാണ് സുന്നത്ത്. ഒരാൾ പതുക്കനെ ഓതി വിചാരിച്ചാൽ അയാൾ നിസ്കാരത്തെ ബാധിക്കൂല. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, പകലിലെ ഒരു നിസ്കാരം അത് അയാൾക്ക് നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഒരാൾ ദുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ മറന്നുപോയി, അയാൾക്ക് പിന്നെ ഓർമ്മ വരുന്നത് ഇശാ കഴിഞ്ഞിട്ടാണ്. രാത്രി കിടക്കാൻ നേരത്താണ് മൂപ്പർക്ക് ഞാൻ ദുഹർ നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരുന്നത്. അപ്പോൾ ആ സമയത്ത് മൂപ്പർ എന്ത് ചെയ്യണം? ദുഹർ നിസ്കരിക്കണം. ദുഹറിൽ നമ്മൾ പതുക്കനാണ് ഓതുന്നത് ഉറക്കനെയാണോ ഓതുന്നത്? പതുക്കനെയാണ്, ശബ്ദം താത്തിയിട്ടാണ് ഓതുന്നത്. എന്നാൽ ആ ദുഹർ ഇശാ കഴിഞ്ഞിട്ട് വീണ്ടും നിസ്കരിക്കുമ്പോഴോ എങ്ങനെ ഓതണം? എങ്ങനെ ഓതണം? പതുക്കനെയാണ് ഓതേണ്ടത്. ഇതാണ് അടിസ്ഥാനം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക, അടിസ്ഥാനം ഇതാണ്. നമ്മൾ നിർവഹിക്കുന്ന നിസ്കാരം ഏതാണ് എന്നാണ് പരിഗണിക്കേണ്ടത്, നിസ്കരിക്കുന്ന സമയമല്ല പരിഗണിക്കേണ്ടത്. നിസ്കാരം ഏതാണ് എന്നതാണ് പരിഗണിക്കേണ്ടത്, നിസ്കരിക്കുന്ന സമയമല്ല പരിഗണിക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോദിക്കാം, ഒരാൾ ഇശാ നിസ്കരിച്ചിട്ടില്ല, ഇശാ നിസ്കരിക്കാതെ മൂപ്പര് ഉറങ്ങി, പിന്നെ ഫജറൊക്കെ കഴിഞ്ഞ് രാവിലെ 10 മണിയായപ്പോഴാണ് ഇശാ നിസ്കരിക്കാത്ത കാര്യം മൂപ്പര് ഓർക്കുന്നത്. അപ്പോൾ മൂപ്പര് ആ 10 മണിക്ക് രാവിലെ 10 മണിക്ക് മൂപ്പര് എന്ത് ചെയ്യാണ്? ഇശാ നിസ്കരിക്കാൻ. അപ്പോൾ ഉറക്കനെ ഓതണോ പതുക്കനെ ഓതണോ? ഉറക്കനെ ഓതണം. കാരണം നിസ്കരിക്കുന്നത് ഏതാണ്? ഇശാൻ. നിസ്കരിക്കുന്നത് പകലിലാണ്. അത് സമയമല്ല പരിഗണിക്കേണ്ടത്, ഏത് നിസ്കാരമാണ് നിർവഹിക്കുന്നത് എന്നതാണ് പരിഗണിക്കേണ്ടത്. ഇവിടെ ഉറക്കനെ ഓതുക പതുക്കനെ ഓതുക എന്നുള്ളത് നിസ്കാരത്തിൽ സുന്നത്താൻ. അപ്പോൾ നമ്മൾ മഗ്രിബ് നിസ്കരിച്ചല്ലോ, മഗ്രിബിന് ഇമാമ ഉറക്കനെയാണ് ഓതിയത്. ഒരു ഇമാമ നിസ്കരിക്കുന്ന ആൾ പതുക്കനെ ഓതി, അപ്പോൾ എൻ്റെ മഗ്രിബ് നിസ്കാരം ശരിയായിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഉറക്കനെ ഓതുക പതുക്കനെ ഓതുക എന്നുള്ളത് എന്താണ്? സുന്നത്ത്. ഒരാൾ ദുഹർ നിസ്കരിക്കുമ്പോൾ ഉറക്കനെ ഓതി, അയാൾ നിസ്കാരം ബാത്തിലാവോ? ഇല്ല. അയാൾക്ക് അവിടെ സുന്നത്ത് നഷ്ടപ്പെട്ടു. ആ സുന്നത്ത് നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല, ആ കൂലി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നഷ്ടപ്പെടുത്താൻ പാടില്ല.